ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളകിന്റെ അളവിൽ കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ. അപ്പോൾ ഇതെല്ലാം പാടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചതക്കിയ മാതിരി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. ഈ തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക, ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പം നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടും. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളും നല്ല ടേസ്റ്റുമായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കാം, കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം, മുളക് പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തത്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എരിവിലൊക്കെ മാറ്റം വരുത്താം. ഒരു 3 ടേബിൾ സ്പൂണോളം വരുന്ന മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, അധികം എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല കളർ കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയുടെ വെള്ളം മാത്രമാണ്. മഞ്ഞ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല, വെള്ളം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് എല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു നനവിൽ തന്നെ റെഡി ആയിക്കോളൂ. നമ്മൾ തൈരും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടല്ലോ, അതും പിന്നെ ഒരു കോഴിമുട്ടയുടെ വെള്ളയും. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള 3/4 കിലോ ചിക്കൻ. ഇത് ഞാൻ നല്ല ചെറിയ പീസായിട്ടാണ്, കറി പീസ് പോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതെല്ലാം പാടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാണ്ട്, അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒരിക്കലും ഹാർഡായി പോകില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കോൺഫ്ലോർ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ പൊരിക്കുമ്പോൾ ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അധികം നല്ല ഒട്ടും ഹാർഡായി പോവില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി. ഇപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം വെക്കുക, എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ നന്നായിട്ടൊന്നും മൂക്കാതെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ ഇളകി പോകും കേട്ടോ. ആദ്യം ചിക്കനെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും ഇൻഷാ അല്ലാഹ്.